നമസ്കാരം, അസ്സലാമു അലൈക്കും. ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയറ്റീഷ്യൻ ടീന സുധീർ. ഇന്ന് ഞാനൊരു കോമൺ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടൊന്നും അല്ല കേട്ടോ വന്നിരിക്കുന്നത്. എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചനുസരിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആകണമെന്നില്ല, എങ്കിലും അറിവ് സമ്പാദിക്കണമെന്നുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കാണാം, അത്ര തന്നെ. പണ്ട് കാലത്തൊക്കെ ഉള്ളവർക്ക് അറിയാൻ പറ്റും, ഈ വാരിയെല്ലൊക്കെ ഉന്തിയ കുട്ടികൾ, അതുപോലെ തന്നെ കാലൊക്കെ വല്ലാണ്ട് വളഞ്ഞ് നമുക്ക് കാണുമ്പോൾ തന്നെ മസിൽ വേസ്റ്റിംഗ് ഒക്കെ ഉള്ള കുട്ടികളാണെന്ന് മനസ്സിലാവും. അങ്ങനത്തെ കുട്ടികളെയൊക്കെ കാണാൻ സാധിക്കായിരുന്നു. ഇന്ന് അതൊന്നും അത്ര കോമൺ അല്ല. എങ്കിൽ പോലും പല കുട്ടികളുടെയും ബ്ലഡ് റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും മാൽനറിഷ്ഡ് ആയിട്ടുള്ള കുട്ടികളാണ് അവരെന്ന്. ഒരുപാട് സിവിയർ ആയിട്ടുള്ള കേസ് ഉണ്ടാവുമല്ലോ, ഒരുപാട് മാൽനറിഷ്ഡ് ആയിട്ടുള്ള കുട്ടികൾ, ഇപ്പോൾ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ അങ്ങനെയുള്ള കേസൊക്കെ വരുമ്പോൾ സാധാരണ അവർക്ക് നല്ലൊരു ഒബ്സർവേഷൻ ആവശ്യമാണ്. ഡയറ്റ് പിന്നെ ഇപ്പോഴത്തെയും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അവർ ഒന്ന് ഓറലേക്ക് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ഫോർമുലാസ് ആണ് F75, F100 എന്ന് പറയുന്ന രണ്ട് ഫോർമുലാസ് ഉണ്ടാവും. F75 എന്ന് പറയുന്നത് ആ ഫോർമുലയിൽ 75 കിലോ കാലറിയും 0.9 ഗ്രാം പ്രോട്ടീനും ഉണ്ട്. F100-ൽ 100 കിലോ കാലറിയും 2.9 ഗ്രാം പ്രോട്ടീനും ആണ് ഉള്ളത്. ഇപ്പോൾ കൊമേഴ്സ്യലായിട്ട് ബോട്ടിലൊക്കെ F75 ഫോർമുല, F100 ഫോർമുല എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് മിക്സ് ചെയ്ത് കുട്ടികൾക്ക് കൊടുത്താൽ മതിയാവും. അല്ലാത്തവർക്കാണെങ്കിൽ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. F75 ഫോർമുല മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ബാക്കിയൊക്കെ ഇങ്ങനെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയിട്ട് പോകും. ഈ വീഡിയോയിൽ F75 ഫോർമുല എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അത് സീരിയൽ ബേസ്ഡ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ബാക്കിയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഉണ്ട് ഇത്, ഒരുപാട് ലെങ്തി ആയി പോകും വീഡിയോ. പിന്നെ എല്ലാവർക്കും അത് യൂസ്ഫുള്ളും ആവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നോട് ചോദിച്ച സബ്സ്ക്രൈബറിന്, പുള്ളിക്കാരൻ ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് മെയിൽ ചെയ്യാം. ഞാൻ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മെയിൽ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ F75 ഫോർമുല സീരിയൽ ബേസ്ഡ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. 1000 ml ഫോർമുല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജാർ എടുക്കാം. അതിൽ ഏകദേശം 1000 ml മാർക്ക് ചെയ്ത ഒരു ജാറായിരിക്കണം. ഇതിലേക്ക് രണ്ട് രീതിയിൽ, അതായത് പാലും യൂസ് ചെയ്യാവുന്നതാണ്, പാൽപ്പൊടി ഉപയോഗിക്കാവുന്നതാണ്. പാൽപ്പൊടി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ 25 ഗ്രാം പാൽപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഏകദേശം 75 ഗ്രാം ഷുഗർ ഇതിലേക്ക് ആഡ് ചെയ്യാം. 35 ഗ്രാം സീരിയൽ എന്ന് പറയുമ്പോൾ ധാന്യങ്ങളെ ഉദ്ദേശിച്ചോ കേട്ടോ. ധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ കൂടുതലും നല്ലത് ഈ പഫ്ഡ് റൈസ് ഉണ്ടല്ലോ, നമ്മൾ പൊരി എന്നൊക്കെ പറയില്ലേ, പൊരി പൊടിച്ചിട്ട് ഉള്ള ആ ധാന്യം, ആ സീരിയലായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഡൈജഷനൊക്കെ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ അതിൽ നിന്ന് മിനറൽസ് ഒക്കെ ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പഫ്ഡ് റൈസിൻ്റെ ഫ്ലോറാണ് ഏറ്റവും ബെറ്റർ യൂസ് ചെയ്യാനായിട്ട്. അത് 35 ഗ്രാം ജാറിലോട്ട് ആഡ് ചെയ്യുക. വെജിറ്റബിൾ ഓയിൽ ആണെങ്കിൽ ഏകദേശം ഒരു 30 ഗ്രാം വെജിറ്റബിൾ ഓയിലും ഇതിലോട്ട് ആഡ് ചെയ്യാം. മസ്റ്റാർഡ് ഓയിൽ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. ബാക്കി ഏതുതരം വെജിറ്റബിൾ ഓയിലോ ഗീയോ ആഡ് ചെയ്യാവുന്നതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ആഡ് ചെയ്യാം. 1000 ml മാർക്ക് ചെയ്ത ജാറായിരിക്കണം എടുക്കാനായിട്ട്. ഈ ജാറിൽ ആ മാർക്ക് എത്തുന്നത് വരെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഒപ്പം നന്നായിട്ട് മിക്സ് ചെയ്തും കൊടുക്കുക. ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് മിക്സ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഏത് രീതിയിലാണെങ്കിലും കുഴപ്പമില്ല, നന്നായി മിക്സ് ചെയ്ത് കിട്ടണം, അത്രമാത്രം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കണ്ടെയ്നർ എപ്പോഴും എയർടൈറ്റ് ആയിരിക്കണം. ആ കണ്ടെയ്നറിൽ നന്നായി കവർ ചെയ്ത് അടച്ചു വെക്കുക. ഓക്കെ, മനസ്സിലായല്ലോ ഏകദേശം ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന്. കോമ്പോസിഷൻ കറക്റ്റ് ആക്കിയാൽ മതി. ബാക്കി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ വരുന്നുള്ളൂ. ഇനി മിൽക്കാണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ വെജിറ്റബിൾ ഓയിലിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാം. നേരത്തെ 30 ml ആയിരുന്നു പറഞ്ഞത്, അത് 20 ml ആക്കാം. മിൽക്ക് ഏകദേശം 70 ml മിൽക്ക് ആഡ് ചെയ്യുക. ബാക്കിയെല്ലാം സെയിം തന്നെ. ഇതുപോലെയുള്ള ഫീഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് നേരമൊന്നും സ്റ്റോർ ചെയ്ത് വെക്കാനൊന്നും പാടില്ല കേട്ടോ. പിന്നെ പ്രിപ്പയർ ചെയ്യുന്ന ആൾ എപ്പോഴും നല്ല ഹൈജീനിക് ആയിരിക്കണം. കൈയൊക്കെ നന്നായിട്ട് സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ച് വാഷ് ചെയ്തിട്ടൊക്കെ വേണം, വാഷ് ചെയ്ത് വൈപ്പ് ചെയ്തിട്ട് വേണം ഫീഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇതിന് യൂസ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സ് ഒക്കെ വളരെ ഹൈജീനിക് ആയിട്ട് മാത്രം എടുക്കാം. നന്നായി വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത്, വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ടിഷ്യൂ വെച്ചിട്ട് വൈപ്പ് ചെയ്തിട്ടൊക്കെ വേണം എടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഹൈജീനിക് കണ്ടീഷൻ തന്നെയാണ്. കമ്മ്യൂണിറ്റി ഡയറ്റീഷ്യൻ, കമ്മ്യൂണിറ്റി ന്യൂട്രീഷനിസ്റ്റ്, ഇവർക്കൊക്കെ ആയിരിക്കും ഈ ടോപ്പിക്കിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് ആധികാരികമായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.